വെൽക്കം ബാക്ക് ടു PSC സ്മാർട്ട് സ്റ്റഡി. എന്നോട് എക്സാമിനെ പറ്റി ചോദിച്ചവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആഡ് ചെയ്യുന്നുണ്ട്. ആൻസർക്ക് ഇതിൻ്റെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്, അല്ലൊന്ന് ചെയ്ത് നോക്കുകയാണ് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. തിരുവിതാംകൂറുകാർക്ക് എന്ന ലഘുലേഖ എഴുതിയത് ആര്? ഓപ്ഷൻ എ CV രാമൻപിള്ള, ഓപ്ഷൻ ബി ടി രാമറാവു, ഓപ്ഷൻ സി ബാരിസ്റ്റർ GP പിള്ള, ഓപ്ഷൻ ഡി KP ശങ്കരമേനോൻ. രണ്ടാമത്തെ ചോദ്യം, ഖിലാഫത്ത് സ്മരണകൾ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ്? ഓപ്ഷൻ എ M ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട്, ഓപ്ഷൻ ബി K മാധവൻ നായർ, ഓപ്ഷൻ സി ഉറൂബ്, ഓപ്ഷൻ ഡി കുമാരനാശാൻ. വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ ആൻസർ എഴുതി പോകാൻ ശ്രമിക്കണേ. അടുത്തതായിട്ട് മൂന്നാമത്തെ ചോദ്യം, കോവലൻ്റെയും കണ്ണകിയുടെയും കഥ വിവരിക്കുന്ന തമിഴ് ഇതിഹാസം? ഓപ്ഷൻ എ മണിമേഖല, ഓപ്ഷൻ ബി മധുരൈക്കൊഞ്ചി, ഓപ്ഷൻ സി ചിലപ്പതികാരം, ഓപ്ഷൻ ഡി എട്ടുതോക്കൈ. അടുത്തത് നാലാമത്തെ ചോദ്യം, ഗദ്ദർ പാർട്ടി രൂപം കൊണ്ട വർഷം? ഓപ്ഷൻ എ 1912, ഓപ്ഷൻ ബി 1915, ഓപ്ഷൻ സി 1913, ഓപ്ഷൻ ഡി 1908. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. മദ്രാസിനടുത്തുള്ള അടയാർ കേന്ദ്രീകരിച്ചുകൊണ്ട് ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത്? ഓപ്ഷൻ എ ആനി ബസന്റ്, ഓപ്ഷൻ ബി ബാലഗംഗാധര തിലക്, ഓപ്ഷൻ സി ഗോപാലകൃഷ്ണ ഗോഖലെ, ഓപ്ഷൻ ഡി അരവിന്ദ ബിന്ദ ഘോഷ്. അടുത്ത ചോദ്യം, ഹിന്ദു മുസ്ലിം മിശ്ര സംസ്കാരത്തിൻ്റെ സന്താനം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നേതാവ്? ഓപ്ഷൻ എ രാജാറാം മോഹൻ റോയ്, ഓപ്ഷൻ ബി സ്വാമി വിവേകാനന്ദൻ, ഓപ്ഷൻ സി ജ്യോതിറാവു ഫുലെ, ഓപ്ഷൻ ഡി ആത്മാറാം പാണ്ഡുരംഗ്. അടുത്ത ചോദ്യം, മസ്തിഷ്ക ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ചത്? എ ഗോപാലകൃഷ്ണ ഗോഖലെ, ബി ദാദാഭായ് നവറോജി, സി സുരേന്ദ്രനാഥ ബാനർജി, ഡി ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിൻ്റെ വന്ധ്യവയോധികൻ? എ ചലപതി റാവു, ബി തുഷാർ കാന്തി ഘോഷ്, സി ജെയിംസ് അഗസ്റ്റസ്, ഡി ചാൾസ് മെറ്റ് കാഫ് പ്രഭു. അടുത്ത ചോദ്യം, താജുൽ മാസിർ എന്ന പ്രശസ്ത ഗ്രന്ഥം രചിച്ചത് ആര്? ഓപ്ഷൻ എ മിൽഹജ് സിറാജ്, ഓപ്ഷൻ ബി അമോർ ഖുസ്രു, സി ഹസൻ നിസാമി, ഡി അബുൾ ഫസൽ. അടുത്ത ചോദ്യം, 2020 ഇന്ത്യയിൽ പ്രവർത്തനം അവസാനിപ്പിക്കാൻ തീരുമാനിച്ച അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടന? ഓപ്ഷൻ എ ലോക വ്യാപാര സംഘടന, ഓപ്ഷൻ ബി ആംനസ്റ്റി ഇൻ്റർനാഷണൽ, ഓപ്ഷൻ സി റെഡ് ക്രോസ്, ഓപ്ഷൻ ഡി G20. അടുത്ത ചോദ്യം, ഹരിതഗ്രഹ വാതകങ്ങളുടെ ബഹിർഗമനം നിയന്ത്രിക്കുന്ന ഉടമ്പടിയായ ക്യോട്ടോ പ്രോട്ടോകോൾ ഒപ്പുവെച്ച വർഷം? ഓപ്ഷൻ എ 1992, ഓപ്ഷൻ ബി 1997, ഓപ്ഷൻ സി 1996, ഓപ്ഷൻ ഡി 1995. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം, ഭൂപടങ്ങളിൽ കൃഷിസ്ഥലങ്ങൾ സൂചിപ്പിക്കുവാൻ നൽകുന്ന നിറം ഏതാണ്? ഓപ്ഷൻ എ കറുപ്പ്, ഓപ്ഷൻ ബി നീല, ഓപ്ഷൻ സി മഞ്ഞ, ഓപ്ഷൻ ഡി ചുവപ്പ്. ഇത് മിക്കവാറുമുള്ള PSC ക്വസ്റ്റ്യൻസിൽ ചോദിച്ചിട്ടുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ള ചോദ്യമാണ്. നെക്സ്റ്റ്, സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന സ്ഥലം? ഓപ്ഷൻ എ അഹമ്മദാബാദ്, ഓപ്ഷൻ ബി മംഗലാപുരം, ഓപ്ഷൻ സി മുംബൈ, ഓപ്ഷൻ ഡി ലക്നൗ. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ കോസ്റ്റ് ലൈൻ ദൈർഘ്യം ഏകദേശം? ഓപ്ഷൻ എ 8500 കിലോമീറ്റർ, ഓപ്ഷൻ ബി 7516.6 കിലോമീറ്റർ, ഓപ്ഷൻ സി 38564 കിലോമീറ്റർ, ഓപ്ഷൻ ഡി 32,87,263 കിലോമീറ്റർ. നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഏറ്റവും കൂടുതൽ പ്രാദേശിക ഭാഷകൾ സംസാരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം? ഓപ്ഷൻ എ മധ്യപ്രദേശ്, ഓപ്ഷൻ ബി ഗുജറാത്ത്, ഓപ്ഷൻ സി അരുണാചൽ പ്രദേശ്, ഓപ്ഷൻ ഡി മഹാരാഷ്ട്ര. അടുത്ത ചോദ്യം, ഗോൾബൻ ആസ്റ്റൻ കൊടുമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയുടെ പേരെന്ത്? ഓപ്ഷൻ എ കാരക്കോറം, ഓപ്ഷൻ ബി ആരവല്ലി, ഓപ്ഷൻ സി ഹിമാലയം, ഓപ്ഷൻ ഡി നീലഗിരി. കേരളത്തിൽ തുലാവർഷം അനുഭവപ്പെടുന്നത് എപ്പോൾ? ഓപ്ഷൻ എ ജൂൺ ടു സെപ്റ്റംബർ, ബി നവംബർ ടു ഡിസംബർ, സി ജൂൺ ടു ഓഗസ്റ്റ്, ഡി ഒക്ടോബർ ടു നവംബർ. തന്നിരിക്കുന്നവയിൽ കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നത്? എ ഇരവികുളം ദേശീയോദ്യാനം, നെയ്യാർ വന്യജീവി സങ്കേതം, പാമ്പാടുംചോല ദേശീയോദ്യാനം, സൈലന്റ് വാലി ദേശീയോദ്യാനം. അടുത്ത ചോദ്യം, ഹരിത കേരള മിഷൻ്റെ ആഭിമുഖ്യത്തിൽ കേരളത്തിലെ ആദ്യ ഹരിത ടൂറിസം ചെക്ക് പോസ്റ്റ് നിലവിൽ വന്ന സ്ഥലം? എ വെള്ളാനിക്കര, ബി വാഗമൺ, സി മറയൂർ, ഡി കണ്ണാറ. അടുത്ത ചോദ്യം, മലബാർ സിമൻറ്റ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ എ നാട്ടകം, ഓപ്ഷൻ ബി പുനലൂർ, ഓപ്ഷൻ സി വാളയാർ, ഓപ്ഷൻ ഡി ഷൊർണൂർ.
അടുത്തത്, ഇന്ത്യയിൽ സാമ്പത്തിക വർഷം ആരംഭിക്കുന്നത് ജനുവരി 1, മാർച്ച് 1, ഏപ്രിൽ 1, ഓപ്ഷൻ ഡി ജൂൺ 1. നെക്സ്റ്റ് ചോദ്യം, 10 കോടി രൂപയ്ക്ക് മുകളിലുള്ള ഉപഭോക്തൃ തർക്കങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുന്നത്? ഓപ്ഷൻ എ സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ, ഓപ്ഷൻ ബി ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ, ഓപ്ഷൻ സി ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ, ഓപ്ഷൻ ഡി സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര അദാലത്ത്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം ശാസ്ത്രീയമായി കണക്കാക്കിയ വ്യക്തി? ഇത് PYQ ആണ്. എ ദാദാഭായ് നവറോജി, ബി VKRV റാവ്, സി PC മഹൽനോബിസ്, ഡി പ്രൊഫസർ DR ഗാർഡിൽ. അടുത്ത ചോദ്യം, മാനവ വികസന സൂചിക രൂപപ്പെടുത്തിയത് ആരൊക്കെ? ഓപ്ഷൻ എ മെഹബൂബ് ഉൽ ഹഖ്, അമർത്യ സെൻ, സിയ ഉൽ ഹഖ്, ആദം സ്മിത്തും ആൽഫ്രഡ് മാർഷൽ, ഓപ്ഷൻ ഡി അമർത്യ സെൻ, ആദം സ്മിത്ത്. അടുത്ത ചോദ്യം, നമുക്ക് തന്നിരിക്കുന്നവയിൽ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ വോട്ടവകാശം ഇല്ലാത്തത്? ഇത് PYQ ആണ്. ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗത്തിന്, ഓപ്ഷൻ ബി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗത്തിന്, ഓപ്ഷൻ സി സംസ്ഥാന നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗത്തിന്, ഓപ്ഷൻ ഡി പുതുച്ചേരി നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗത്തിന്. അടുത്ത ചോദ്യം, ഹൈക്കോടതി ഒരു കോർട്ട് ഓഫ് റെക്കോർഡാണെന്ന് പരാമർശിക്കുന്നത്? അനുച്ഛേദം 129, അനുച്ഛേദം 131, അനുച്ഛേദം 215, അനുച്ഛേദം 231. 17ാം ലോകസഭയുടെ സ്പീക്കർ ഓം ബിർള, മീരാകുമാർ, വീരേന്ദ്രകുമാർ, സുമിത്ര മഹാജൻ. അടുത്ത ചോദ്യം, തൃണമൂൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടി സ്ഥാപിച്ചത്? ശരത് പവാർ, മമതാ ബാനർജി, PA സാങ്മ, നവീൻ പട്നായിക്. സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നിലവിൽ വന്ന വർഷം? 1948 ഡിസംബർ 1, 1950 സെപ്റ്റംബർ 25, 1948 ഡിസംബർ 10, 1950 ഒക്ടോബർ 1. നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കണേ. ആൻസർ കീ ലാസ്റ്റ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്, അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ നമുക്ക് പഠിക്കുന്നതിനൊരു പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ക്വസ്റ്റ്യൻ മാക്സിമം എല്ലാവരും ചെയ്ത് നോക്കുക. അടുത്ത ചോദ്യം, ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യ പുരുഷ അംഗം? ഓപ്ഷൻ എ ജസ്റ്റിസ് രംഗനാഥ മിശ്ര, ബി ബിംബാധൻ പ്രധാൻ, സി ശരത് യാദവ്, ഡി അലോക് റാവത്ത്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് ഭരണഘടനയുടെ ആമുഖത്തിൽ വിശേഷിപ്പിച്ചത്? എം ഹിദായത്തുള്ള, ബി KM മുൻഷി, സി ജവഹർലാൽ നെഹ്റു, ഡി ഏണസ്റ്റ് ബാർക്കർ. മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പാസ്സാക്കപ്പെട്ട ഭരണഘടനയുടെ ഏക വകുപ്പ് ഏതാണ്? ഓപ്ഷൻ എ അനുച്ഛേദം 1, അനുച്ഛേദം 14, അനുച്ഛേദം 17, അനുച്ഛേദം 21. ഈ ചോദ്യം മുൻവർഷ ചോദ്യപേപ്പറിൽ നിന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾ ഒന്ന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാൻ ശ്രമിക്കുക. അടുത്ത ചോദ്യം, അനുച്ഛേദം 352 ക്യാബിനറ്റ് എന്ന പദം കൂട്ടിച്ചേർക്കാൻ കാരണമായ ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഓപ്ഷൻ എ 86-ാം ഭേദഗതി, ഓപ്ഷൻ ബി 73-ാം ഭേദഗതി, ഓപ്ഷൻ സി 42-ാം ഭേദഗതി, ഓപ്ഷൻ ഡി 44-ാം ഭേദഗതി. ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായിരുന്ന മലയാളികളുടെ എണ്ണം? ഓപ്ഷൻ എ 10, ഓപ്ഷൻ ബി 9, ഓപ്ഷൻ സി 15, ഓപ്ഷൻ ഡി 17. പാർലമെൻറ്റ് പാസാക്കിയ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്ന വർഷം? 2009 ഓഗസ്റ്റ് 26, 2010 ഏപ്രിൽ 1, 2009 ഏപ്രിൽ 1, 2010 ഓഗസ്റ്റ് 26. നിങ്ങൾക്ക് ഇങ്ങനെ ചോദ്യം പറഞ്ഞാൽ മതിയോ അതോ ആൻസറും കൂടി പറയണോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്തേക്കാം. എങ്കിൽ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ആൻസറും വിത്ത് എക്സ്പ്ലനേഷനുമായിട്ട് ചെയ്തേക്കാം. മലയാള സിനിമയുടെ പിതാവാര്? മെരിയാൻ സുബ്രഹ്മണ്യം, നവോദയ അപ്പച്ചൻ, രാമു കാര്യാട്ട്, JC ഡാനിയൽ. അടുത്ത ചോദ്യം, മലയാളത്തിലെ ആദ്യ കുറ്റാന്വേഷണ നോവലായ ഭാസ്കരമേനോൻ രചിച്ചതാര്? ഓപ്ഷൻ എ രാമവർമ്മ അപ്പൻ തമ്പുരാൻ, ഓപ്ഷൻ ബി സി അന്തപ്പായി, ഓപ്ഷൻ സി ആർച്ച് ഡീക്കൻ കോശി, ഓപ്ഷൻ ഡി പോത്തേരി കുഞ്ഞമ്പു. അടുത്ത ചോദ്യം, മനസാ സ്മരാമി ആരുടെ ആത്മകഥ? ഓപ്ഷൻ എ ONV കുറുപ്പ്, ഓപ്ഷൻ ബി S ഗുപ്തൻ നായർ, ഓപ്ഷൻ സി സുകുമാർ അഴീക്കോട്, ഓപ്ഷൻ ഡി P കുഞ്ഞിരാമൻ നായർ. അടുത്ത ചോദ്യം, കേരള സാഹിത്യ അക്കാദമി നിലവിൽ വന്ന വർഷം? ഇമ്പോർട്ടൻ്റ് ആണ്.
ഓപ്ഷൻ എ 1962, ഓപ്ഷൻ ബി 1958, ഓപ്ഷൻ സി 1967, ഓപ്ഷൻ ഡി 1956. അടുത്ത ചോദ്യം 2020 സ്വാതി സംഗീത പുരസ്കാരം ലഭിച്ചത്. ഓപ്ഷൻ എ KS ചിത്ര, ഡോക്ടർ കെ ഓമനക്കുട്ടി, എൽ സുബ്രഹ്മണ്യം, ഓപ്ഷൻ ഡി TM കൃഷ്ണ. അടുത്ത ചോദ്യം സമപന്തി ഭോജനം നടത്തി അയിത്ത വ്യവസ്ഥയെ വെല്ലുവിളിച്ച നവോത്ഥാന നായകൻ ആര്? ഓപ്ഷൻ എ അയ്യങ്കാളി, ഓപ്ഷൻ ബി സഹോദരൻ അയ്യപ്പൻ, ഓപ്ഷൻ സി തൈക്കാടയ്യ, ഓപ്ഷൻ ഡി വൈകുണ്ഠസ്വാമികൾ. അടുത്ത ചോദ്യം BC റോയ് കപ്പ് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ഫുട്ബോൾ, ഓപ്ഷൻ ബി ഹോക്കി, ഓപ്ഷൻ സി ക്രിക്കറ്റ്, ഓപ്ഷൻ ഡി ചെസ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, കളിയുമായി ബന്ധപ്പെട്ട പദങ്ങൾ പഠിച്ചു വെക്കുക. ഒരു ഐസ് ഹോക്കി ടീമിലെ കളിക്കാരുടെ എണ്ണം എത്ര? എ 11, ഓപ്ഷൻ ബി 6, ഓപ്ഷൻ സി 8, ഓപ്ഷൻ ഡി 7. ഈഗിൾ ഏത് കായിക വിനോദവുമായി ബന്ധപ്പെട്ട പദമാണ്? ഓപ്ഷൻ എ ക്രിക്കറ്റ്, ഓപ്ഷൻ ബി ഗോൾഫ്, ഓപ്ഷൻ സി വോളിബോൾ, ഓപ്ഷൻ സി ഡി ജിംനാസ്റ്റിക്. അടുത്ത ചോദ്യം 2018 വിൻ്റർ ഒളിമ്പിക്സിന് വേദിയായത്? എ പോങ്ചാങ്, ബി ബെൽജിംഗ്, സി മിലൻ കോർട്ടിന, ഡി നോ. താഴെ പറയുന്നവയിൽ താൽക്കാലികമായി ഡേറ്റ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെമ്മറി ഏത്? പി റോം, റാം, EPROM, റോം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന സോഫ്റ്റ്വെയർ താഴെ പറയുന്നവയിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു? ഓപ്ഷൻ എ ലാംഗ്വേജ് പ്രോസസ്സർ, ഓപ്ഷൻ ബി ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, ഓപ്ഷൻ സി സിസ്റ്റം സോഫ്റ്റ്വെയർ, ഓപ്ഷൻ ഡി യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ. ഈ സോഫ്റ്റ്വെയർ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ കണ്ട് പഠിക്കുക. റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ അവിടെ നിന്ന് വരുന്നുണ്ട്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ദുരുദ്ദേശത്തോടെ കമ്പ്യൂട്ടറിൽ അതിക്രമിച്ചു കയറി വിവരങ്ങൾ താറുമാറാക്കുന്നത്. ക്രാക്കിംഗ്, ഹാക്കിംഗ്, വെബ് സെർച്ച് ടിപ്സ്. ഇതെല്ലാം തന്നെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ നോക്കും. എന്താണ് ക്രാക്കിംഗ് എന്നുള്ളതും ഹാക്കിങ് എന്തൊക്കെയാണെന്നുള്ളത് അറിഞ്ഞു വെച്ചേക്കണം. ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡ്സുകളെല്ലാം നോക്കി വെക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വൈഫൈയുടെ പൂർണ്ണരൂപം? വയർലെസ് ഫിക്സിറ്റി, വൈഡ് ഫിഡിലിറ്റി, വയർലെസ് ഫിഡിലിറ്റി, വൈഡ് ഇൻ്റർനെറ്റ് ഫിഡിലിറ്റി. ഇത് മുൻവർഷ ചോദ്യമാണ് കേട്ടോ. ഒരു വെബ് പേജിൽ നിന്നും വിവരങ്ങൾ കമ്പ്യൂട്ടറിലേക്ക് ലഭ്യമാക്കി തരുന്ന സോഫ്റ്റ്വെയർ ഏത്? ഓപ്ഷൻ എ വെബ് സെർവർ, ഓപ്ഷൻ ബി MS ഓഫീസ്, ഓപ്ഷൻ സി ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഓപ്ഷൻ ഡി വെബ് ബ്രൗസർ. അടുത്ത ചോദ്യം ലോകദ്യുതിയുടെ അലോഹം ഓപ്ഷൻ എ ബ്രോമിൻ, ഓപ്ഷൻ ബി കാർബൺ, ഓപ്ഷൻ സി അയഡിൻ, ഓപ്ഷൻ ഡി ഫ്ലോറിൻ. അടുത്ത ചോദ്യം ജലത്തിൻ്റെ സാന്ദ്രത? ഓപ്ഷൻ എ 10 സ്ക്വയർ gram per meter cube, 10 cube kg per meter cube, 10 - 2 gram per centimeter cube, ഓപ്ഷൻ ഡി 10 - 3 gram per centimeter cube. അടുത്ത ചോദ്യം DC വൈദ്യുതിയുടെ ആവൃത്തി? ഓപ്ഷൻ എ 50 Hz, ഓപ്ഷൻ ബി 16 Hz, ഓപ്ഷൻ സി 100 Hz, ഓപ്ഷൻ ഡി 0 Hz. ഇത് കൃത്യമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പഠിക്കാനുള്ള ചോദ്യമാണ് കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകവേ. വിറ്റാമിൻ എയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? ഓപ്ഷൻ എ അനീമിയ, ഓപ്ഷൻ ബി കണ, ഓപ്ഷൻ സി കോയിറ്റ്, ഓപ്ഷൻ ഡി നിശാന്തത. വൈറ്റമിൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളുണ്ടാവാൻ സാധ്യതയുണ്ട്. ശ്വാസകോശത്തെയും ശ്വാസനാളിയെയും ബാധിക്കുന്ന രോഗങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് റിനോളജി, ഓട്ടോളജി, പൾമോണോളജി, ഹെപ്പറ്റോളജി. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും അധികം ഇരുമ്പ് സംഭരിക്കപ്പെടുന്ന അവയവം? ഓപ്ഷൻ എ വൃക്ക, ഓപ്ഷൻ ബി കരൾ, ഓപ്ഷൻ സി ശ്വാസകോശം, ഓപ്ഷൻ ഡി പാൻക്രിയാസ്. അടുത്ത ചോദ്യം DRDOയുടെ ആപ്തവാക്യം എന്ത്? ഓപ്ഷൻ എ നഭ സ്പർശം ദീപ്തം, ഓപ്ഷൻ ബി ശക്തിയുടെ ഉത്ഭവം ശാസ്ത്രമാണ്, ഓപ്ഷൻ സി സേവ അസ്മകം ധർമ്മം, ഓപ്ഷൻ ഡി അഹോരാത്രം ജാഗ്രത. ഇത് മുൻവർഷത്തിൽ ചോദിച്ചിട്ടുള്ളത് വേറൊരു രീതിയിലാണ്. സ്റ്റേറ്റ്മെൻറ്റ് ലെവലിൽ കണ്ടിട്ടുണ്ട് കേട്ടോ. സ്റ്റേറ്റ്മെൻറ്റ് ലെവലിനുള്ളിലായിട്ടാണ് ചോദിച്ചിരുന്നത്. അടുത്ത ചോദ്യം ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഘനജലം ഉപയോഗിക്കുന്നത് എന്തിന്? എ ന്യൂട്രോണുകളുടെ വേഗത കുറയ്ക്കാൻ, ബി ന്യൂട്രോണുകളുടെ വേഗത വർദ്ധിപ്പിക്കാൻ, റിയാക്ടറുകളുടെ താപനില നിയന്ത്രിക്കാൻ, റിയാക്ടറുകളുടെ പ്രവർത്തനം അവസാനിപ്പിക്കുവാൻ.
അടുത്ത ചോദ്യം 2015 ക്യോട്ടോ പ്രോട്ടോക്കോളിന് പകരം നിലവിൽ വന്ന അന്താരാഷ്ട്ര ഉടമ്പടി ഏതാണ്? ഓപ്ഷൻ എ കോപ്പൻഹേഗൻ ഉടമ്പടി, ഓപ്ഷൻ ബി പാരീസ് ഉടമ്പടി, ഓപ്ഷൻ സി ദോഹ ഭേദഗതി, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. അടുത്ത ചോദ്യം പശ്ചിമഘട്ട മലനിരകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കസ്തൂരിരംഗൻ റിപ്പോർട്ട് സമർപ്പിച്ചത് ഏത് വർഷമാണെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ 2013, ഓപ്ഷൻ ബി 2014, ഓപ്ഷൻ സി 2012, ഓപ്ഷൻ ഡി 2011. അടുത്ത ഇംഗ്ലീഷിലെ ചോദ്യങ്ങളാണ്. ഐഡൻറ്റിഫൈ ദ സെൻറ്റൻസ് ലുക്ക് ബിഫോർ യു ലീപ്. ഇതിലേത് ടൈപ്പ് ഓഫ് സെൻറ്റൻസിനകത്ത് വരുന്നതാണ്, ഇതിലേതാണ് കറക്റ്റ് ആൻസർ എന്ന് നിങ്ങൾ എഴുതുക. അടുത്ത ചോദ്യം ചൂസ് ദ കറക്റ്റ് പ്രൊനൗൺസ് ഡാഷ് 2 റിങ്സ് ഹിയർ ഓൺ മൈ ഫിംഗേഴ്സ് ബിലോങ് ടു ഡാഷ് ഗ്രാൻഡ് മദർ. ഓപ്ഷൻ എ ദീസ് മൈ, ദാറ്റ് മൈ, ദോസ് മീ, ദിസ് മൈ. ഇതിൽ കറക്റ്റായിട്ടുള്ള പ്രൊനൗൺ എടുത്ത് എഴുതുക എന്നുള്ളതാണ് ഈ ചോദിച്ചേക്കുന്നത്. അപ്പോൾ അതിന് ടെൻസസ് പഠിക്കുക, പാർട്സ് ഓഫ് സ്പീച്ചിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണേ. അടുത്ത ചോദ്യം ചൂസ് ദ കറക്റ്റ് സൂപ്പർലേറ്റീവ് ഫോം ഓഫ് ദ സെൻറ്റൻസ് നോ അതർ മെറ്റൽ ഈസ് ആൻ എക്സ്പെൻസീവ് ആസ് ഗോൾഡ്. Gold is expensive of all the metals. Gold is the more expensive of all the metals. Gold is the most expensive of all the metals. Option D, none of these. അടുത്ത ചോദ്യം neither the police inspector nor the police constables dash able to help us. Option A where, was, is, can. Nobody wants to be poor. ക്വസ്റ്റ്യൻ ടാഗിൻ്റെ ഉള്ളിൽ വരുന്നതാണ്. ഓപ്ഷൻ എ ഡസ് ദേ, ഓപ്ഷൻ ബി ഡു ദേ, ഓപ്ഷൻ സി don't they, ഓപ്ഷൻ ഡി doesn't they. അടുത്ത ചോദ്യം my Lucretia roommate goes to bed early. Choose the option which is synonymous with the underlined word in the above sentence. Systematic, talkative, studious, pious. അടുത്ത ചോദ്യം antonym of embellish. ഓപ്ഷൻ എ perish, ഓപ്ഷൻ ബി disarm, ഓപ്ഷൻ സി adorn, ഓപ്ഷൻ ഡി disfigure. അടുത്ത ചോദ്യം one word for a person who run away from justice or the law. ഓപ്ഷൻ എ martyr, ഓപ്ഷൻ ബി recluse, ഓപ്ഷൻ സി refugee, ഓപ്ഷൻ ഡി fugitive. എനിക്ക് വോയിസിന് കുറച്ച് പ്രശ്നമുണ്ട്, ചെറിയ ജലദോഷം പോലെ ഉണ്ട്. അപ്പം നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻ ആൻസർ ഒന്ന് എഴുതാനായിട്ട് ശ്രമിക്കുക കേട്ടോ. വായിച്ചിട്ട് നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് കൂടുതലും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് വിത്ത് എക്സ്പ്ലനേഷനായിട്ട് നമുക്കിന്ന് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യാം. അപ്പോൾ ഈ പഠിക്കുന്നതിൻ്റെ ഇടയിൽ മാക്സിമം നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് സമയം കണ്ടെത്തുക. നമ്മൾ പഠിക്കുന്ന കാര്യത്തിന് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ പഠിക്കുന്ന കാര്യത്തിന് നമുക്കൊരു 100% നമുക്ക് ആ ഒരു റിസൾട്ട് വേണമെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങളെ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുവാനും നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്ത് നോക്കാനും ശ്രമിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇപ്പോൾ ഉള്ള ഒരു രീതിയിലുള്ള ഡിഗ്രി പ്രിലിമിനറി എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഞാനിവിടെ ആൻസർ കീ കൊടുത്തിട്ടുണ്ട്, നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. നമുക്ക് ഇന്നത്തെ ടോപ്പിക്ക് പഠിക്കാനായിട്ട് ഉണ്ടായിരുന്നത് മാത്സിലെ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷനാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ട്സും ഫോർമുലാസൊക്കെ കൊടുത്തിട്ടുണ്ട്, നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലേക്ക് ഇട്ടേക്കുക. ഇതിനകത്ത് ഈ ഫോർമുലാസ് ഞാനിപ്പോൾ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസിലെയും ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ട്സും ഫോർമുലാസും തന്നെ നിങ്ങൾ തറവായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ഈ ഒരു ഫോർമുലാസ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻസിന് ആൻസർ എഴുതേണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ ആ ക്വസ്റ്റ്യൻ ഒരു ട്രിക്കി ആയിരുന്നാൽ പോലും ആ ക്വസ്റ്റ്യനിൽ നിന്ന് എന്താണ് PSC ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അത് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യുമ്പോഴേ മനസ്സിലാകുള്ളൂ. അപ്പോൾ ഡിഗ്രി ലെവലിലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻസർ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതലായിട്ടും വളരെ യൂസ്ഫുള്ളായിരിക്കും അത്. അപ്പോൾ ഈ ഒരു ഫോർമുലാസ് നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ച് വെച്ചിരുന്നാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കാണുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ആൻസർ എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ എല്ലാ പോയിൻറ്റ്സും തന്നെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതിനെ പ്രയോറിറ്റൈസ് ചെയ്തിട്ടാണ് ഇപ്പോൾ വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞു പോയിട്ടുള്ള എല്ലാ
മാത്സിൻ്റേതാണെങ്കിലും ഇംഗ്ലീഷും മലയാളം ആണെങ്കിലും നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. പെൻഡിങ് ഉള്ളവർ അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. മാക്സിമം നിങ്ങൾ റിവിഷന് പ്രാധാന്യം കൊടുക്കുക. ഇനിയുള്ള കുറച്ച് ദിവസമേ ഉള്ളൂ. അപ്പം റിവിഷന് പ്രാധാന്യം നൽകുക. ജോലി കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ വേറൊരു വശമാണ്. ഇപ്പോൾ പലർക്കും പലരുടെയും മനസ്സിൽ തോന്നുന്നൊരു കാര്യമാണ്, എത്ര കഷ്ടപ്പെട്ട് നമ്മൾ പഠിച്ചു, എത്ര ഉറക്കമുളച്ച് പഠിച്ചു, എത്ര എക്സാമുകൾ അറ്റൻഡ് ചെയ്തു, നമ്മൾ ഒരു റാങ്ക് ലിസ്റ്റ് കയറി പറ്റിയിട്ടും നമുക്ക് ജോലി കിട്ടാൻ സാധ്യത കുറയുന്നു അല്ലേ. അപ്പോൾ നമുക്ക് ജോലിയിലോട്ട് പ്രവേശിക്കാനുള്ള ഒരു വഴി അടഞ്ഞു തുടങ്ങിയ ഒരു കാലമാണ്. അപ്പോൾ നമുക്ക് പക്ഷേ അതിലൊന്നും നിങ്ങൾ പിന്മാറരുത്. കാരണം ഇന്നത്തെ ഒരു അവസ്ഥ ആയിരിക്കില്ല നാളെ ഉണ്ടാകുന്നത്. കാരണം ഇന്ന് ഒരു ഗവൺമെൻറ് ജോബിലിരിക്കുന്ന പലരും ഇതുപോലെ തന്നെ പല ത്യാഗങ്ങൾ സഹിച്ച് തന്നെയാണ് അവർ ആ ഒരു പൊസിഷനിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പഠനം കണ്ടിന്യൂ ചെയ്യുക. അതുപോലെ ഈ ടൈപ്പ് തന്നെ നിങ്ങൾക്ക് വീഡിയോസ് മതിയോ എന്നുള്ളത് കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എങ്ങനെയുള്ള വീഡിയോസ് വേണമെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായത്തിനനുസരിച്ച് വീഡിയോസ് ചെയ്തു തരുന്നതായിരിക്കും. അപ്പം സമയക്കുറവ് കൊണ്ടാണ് ഇപ്പോൾ ഞാൻ ആദ്യം കരുതിയിരുന്നത് 2 hours എങ്ങനെ പഠിക്കുന്നു എന്നുള്ളത് കാണിച്ചിട്ട് ആ ഒരു വീഡിയോ ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആ ടൈം അഡ്ജസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കൂടുതൽ പേർക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഒരുപാട് പേര് രാവിലെ എഴുന്നേറ്റ് ജോലി ചെയ്യുന്നവരുണ്ട്, രാവിലെ അടുക്കളയിലെ ജോലികളൊക്കെ തീർത്ത് കഴിഞ്ഞ് വർക്കിന് പോകുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കൂടി യൂസ്ഫുൾ ആവുന്ന രീതിയിൽ വീഡിയോസ് ചെയ്യണമെന്നാണ് കരുതിയിരുന്നത്. പക്ഷേ ഈ നമ്മൾ വർക്ക് ചെയ്യാൻ എളുപ്പമാണ്, പക്ഷേ അത് വീഡിയോ ചെയ്തിട്ട് അത് എഡിറ്റ് ചെയ്ത് സംഭവം എല്ലാം സെറ്റാക്കി വരുമ്പോഴത്തേക്കൊരു സമയം അങ്ങ് പോവും. അപ്പോൾ ആ സമയം കൊണ്ട് എനിക്കും കൂടുതലായിട്ട് പഠിക്കാനും നിങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞു തരാനും അത് നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആവുന്ന കാര്യങ്ങൾ ചെയ്യാനും പറ്റും. അപ്പോൾ നിങ്ങൾ പെൻഡിങ് ആയിട്ട് ടോപ്പിക്കുകളൊന്നും വെക്കാണ്ട് കൃത്യമായിട്ട് തന്നെ ഫോളോ ചെയ്ത് പോവുക. നമുക്ക് ഒരു 10 ദിവസം കൂടി കഴിഞ്ഞിട്ട് മാക്സിമം എക്സാം ഡേറ്റ് വരെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എൻ്റെ കൈവശമുള്ളത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള, അതായത് സ്റ്റേറ്റ്മെൻറ്റ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് കൂടുതൽ നമ്മൾ നോക്കിയെങ്കിലേ നമുക്കിപ്പോഴത്തുള്ളൊരു എക്സാമിന്, കാരണം എലിമിനേഷൻ മെത്തേഡൊക്കെ വരുന്നത് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴാണ്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഒരുമിച്ച് ഡിസ്കസ് ചെയ്ത് മുന്നോട്ട് പോകാം. ഒരു 10 ദിവസം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഏകദേശം ഇപ്പോൾ നിങ്ങൾ എനിക്കൊപ്പം ഈ ഒരു ഫോളോ ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് ആ ഒരു ടോപ്പിക്സ് എല്ലാം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹോട്ട് ടോപ്പിക്സ് എല്ലാം തന്നെ നമുക്കൊന്ന് കവർ ചെയ്യാം. അപ്പോൾ മാക്സിമം നമുക്ക് എവിടെ നിന്നാണോ മാർക്ക് ലഭിക്കുന്നത്, അതായത് ഇപ്പോൾ MEM സബ്ജക്ട്സിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഒരു 50 മാർക്ക് ലഭിക്കും. അത് കംപ്ലീറ്റ് ആയിട്ട് നല്ല തറവായിട്ട് പഠിച്ചിരുന്നെങ്കിൽ പോലും നിങ്ങൾക്കൊരു 40 മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ഉറപ്പായിട്ട് സാധിക്കും. ഈ ഒരു സ്റ്റഡി പാറ്റേൺ അങ്ങ് നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ദിവസം പഠിക്കാൻ സാധിച്ചില്ല എന്ന് വരും, പക്ഷെ അതൊന്നും നിങ്ങൾ ബോധറേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ ഇന്നത്തെ ദിവസത്തെ പോലെ ആയിരിക്കില്ല നമുക്ക് നാളെ പ്രൊഡക്റ്റീവായിട്ട് പഠിക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് ഇന്ന് പറ്റിയില്ല എന്നുള്ള നിരാശ കാരണം നിങ്ങൾ നാളെ നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ കഴിവിൻ്റെ മാക്സിമം നിങ്ങൾ നല്ല രീതിയിൽ തന്നെ പഠിക്കാൻ ശ്രമിക്കുക. അതുപോലെ നിങ്ങളോട് വീണ്ടും ഞാൻ പറയുകയാണ്, നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യുക. ഇനിയുള്ള എല്ലാ ദിവസവും തന്നെ ഓരോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പറ്റുമെങ്കിൽ വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഈ 2 മണിക്കൂറെന്ന് പറഞ്ഞ് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത് ഒട്ടും സമയം കിട്ടുന്നില്ല എന്ന് പറയുന്നവർക്കാണ്. കാരണം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് 2 മണിക്കൂർ കൂടുതൽ കിട്ടാറുണ്ട്. പക്ഷേ നമ്മുടെ പല അവസ്ഥകളുണ്ട്, നമ്മുടെ ഒരു മൂഡനുസരിച്ച് നമുക്ക് പഠിക്കാനായിട്ട് സമയം കണ്ടെത്താൻ പറ്റിയില്ല എന്ന് വരാം. ചിലപ്പോൾ വീട്ടുകാര്യങ്ങൾ, നമ്മളെ എന്തെങ്കിലും ഫാമിലി ഇഷ്യൂസ്. പക്ഷെ നമ്മൾ ചിന്തിക്കുക, നമ്മുടെ ഇപ്പോഴുള്ളൊരു അവസ്ഥയൊക്കെ മാറുന്ന ഒരു ദിവസം വരും. ആ ഒരു ദിവസത്തിനായിട്ട് നമ്മൾ വെറുതെ കൈകെട്ടിയിരുന്നാൽ നമുക്ക് ആ അവസ്ഥയിൽ മാറ്റം വരില്ല. നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും നമ്മുടേതായൊരു കോൺട്രിബ്യൂഷൻ കൊടുത്തെങ്കിൽ മാത്രമേ അതിനുള്ളൊരു നല്ലൊരു റിസൾട്ട് കിട്ടുകയുള്ളൂ. നിങ്ങളത് ചിന്തിച്ച് നോക്കൂ. ഇപ്പോൾ തലതാഴ്ത്തി നിൽക്കുന്നവരുടെയൊക്കെ മുന്നിൽ നിങ്ങൾക്ക് തല ഉയർത്തി അതിൻ്റെ ആഗ്രഹം മാത്രം ഉണ്ടായാൽ പോരാ, അങ്ങനെ തല ഉയർത്തി നിൽക്കണം. നമ്മളെ ഇനിയും ജോലി ആയില്ലേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ ജോലിയിൽ കിട്ടാത്തത് എന്നുള്ള ആ ഒരു കളിയാക്കലും കുത്തുവാക്കുകളും ഒഴിവാക്കാൻ ജോലി കിട്ടി എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിലേക്ക് എത്തുക. നിങ്ങൾ ആ ഒരു ഗവൺമെൻറ് ജോബ് നേടി ആ ഒരു പൊസിഷനിലെത്തി എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഒരു അഭിമാന നിമിഷം മുന്നിൽ കണ്ട് നിങ്ങൾ പഠിക്കുക. നിങ്ങൾ ആത്മാർത്ഥമായിട്ട്, കാരണം വെറുതെ സമയം കളയാനായിട്ട് നിങ്ങൾ ഒരിക്കലും പഠിക്കാനായിട്ട് തീരുമാനിക്കരുത്. നമുക്കൊരു പെർമനൻ്റായിട്ടൊരു ജോബ് വേണം. നമ്മുടെ ഈ ഒരു ഗവൺമെൻറ് ജോബ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഒരു സാമ്പത്തികമായിട്ട് നല്ലൊരു പൊസിഷൻ, അതായത് നമുക്ക് മറ്റുള്ളവർക്കിടയിൽ നല്ലൊരു പേര് നമുക്ക് കിട്ടുന്ന രീതിയിലുള്ളൊരു കാര്യമാണ് ഈ ഗവൺമെൻറ് ജോബ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന്
നിങ്ങളൊരു നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഈ 2 മണിക്കൂറെങ്കിലും മിനിമം നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഞാനിതിനകത്ത് SCERT പാഠഭാഗം, അതായത് എക്കണോമിക്സിൽ നമ്മളിന്ന് ടോപ്പിക്ക് സാമ്പത്തിക വളർച്ച, സാമ്പത്തിക വികസനമാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്തേക്കുന്നത്. പറ്റുന്നവരൊന്ന് വായിക്കുക. ഇവിടെ മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. ഇവിടെ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം, സാമ്പത്തിക വികസനത്തെ പറ്റി അറിഞ്ഞു വെക്കുക നിങ്ങൾ. കാരണം നമ്മുടെ PSC ചോദിക്കുമ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ലെവലിൽ കൂടുതലും എക്കണോമിക്സിൽ ചോദിക്കാനായിട്ട് സാധ്യത കൂടുതലാണ്. അതുപോലെ വികസന സൂചികകളിൽ പ്രധാനപ്പെട്ട വികസന സൂചികകൾ ഏതൊക്കെയാണെന്നുള്ളത് അറിഞ്ഞു വെക്കുക. അത് ഓരോന്നിനും ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പ്രതിശീർഷ വരുമാനത്തെ പറ്റിയാണ്. അപ്പം എനിക്കിപ്പോൾ വോയിസ് ഭയങ്കരമായിട്ട് പ്രശ്നമാണ്. എനിക്ക് പെട്ടെന്ന് അലർജിക്ക് ആകുന്നൊരു ബോഡിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പിന്നെ തുടർന്ന് എൻ്റെ വീഡിയോ കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ടോപ്പിക്കുകൾ ഇട്ടേക്കാം, നിങ്ങൾ പഠിച്ചു പോവുക കേട്ടോ. കാരണം നമ്മൾ കിട്ടുന്ന അവസരങ്ങൾ, ഇപ്പോൾ വീഡിയോസ് ഇല്ലെങ്കിലും നിങ്ങൾ പഠിക്കാനായിട്ട് സമയം കണ്ടെത്തുക. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് അലർജിക്കായിട്ട് സംസാരിക്കാൻ പോലും പറ്റാത്തൊരു അവസ്ഥ വരുവാണ്. പലപ്പോഴും എനിക്ക് ടൈം ലേറ്റായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ്, ഹെൽത്തിന് വളരെയധികം പ്രോബ്ലം ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങൾ പഠിക്കുക. കാണുന്ന ഈ മാനവ വികസനം സാധ്യമാക്കുന്ന ഘടകങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളൊന്ന് ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത് വായിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഞാനിവിടെ നിർത്തുകയാണ്. നിങ്ങൾ മാക്സിമം പഠിക്കുക. നമ്മുടെ ടൈം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്കായിട്ട് ടൈം നമ്മൾ കണ്ടെത്തുക. എല്ലാവരും ഉറങ്ങുന്ന സമയമായാലും എല്ലാവരും ഉണർന്ന് എഴുന്നേൽക്കുന്നതിന് മുൻപാണെങ്കിലും നമ്മൾ എപ്പോഴെങ്കിലും 2 മണിക്കൂറെങ്കിലും പഠിക്കാനായിട്ട് സമയം കണ്ടെത്തുക കേട്ടോ. ഞാൻ ഡെയിലി ടോപ്പിക്സ് എന്തായാലും പോസ്റ്റ് ചെയ്തേക്കാം.